നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ആഹാ, ചേച്ചിയമ്മയുടെ സുന്ദരിക്കുട്ടി റെഡിയായി കഴിഞ്ഞോ? എങ്ങനെയുണ്ട്? നല്ല സ്റ്റൈലായിട്ടില്ലേ? അത് പിന്നെ പറയാനുണ്ടോ? വെറും സ്റ്റൈലല്ല, സൂപ്പർ സ്റ്റൈലായിട്ടുണ്ട് എന്റെ ചന്ദ്രമോള്. ഒരു പൊട്ടും കൂടി കുത്തിയേക്കാം അല്ലേ? ഓ, പൊന്നും കൂടത്തിന് എന്തിനാ പൊട്ട്? ചേച്ചമ്മ വെറുതെ എന്നെ കളിയാക്കല്ലേ? കളിയാക്കിയതല്ല, ഞാൻ കാര്യമായിട്ട് തന്നെ പറഞ്ഞതാ. സിദ്ധുവിനോട് പറഞ്ഞില്ലായിരുന്നോ മോള് പോകുന്ന കാര്യം? ആ, ഞാൻ പറഞ്ഞിരുന്നു. ആ, എന്നാ പിന്നെ അവനോട് തന്നെ ഡ്രോപ്പ് ചെയ്യാൻ പറ. സിദ്ധുവിന് വേറെന്തോ കാര്യത്തിന് പുറത്തു പോണെന്ന് പറഞ്ഞായിരുന്നു. എനിക്ക് തോന്നുന്നതേ ആ ദേവികയുടെ അമ്മായിയച്ഛന്റെ എന്തോ കാര്യത്തിനാണെന്നാ. അവരുടെ എന്തോ കേസുമായി ബന്ധപ്പെട്ട കാര്യത്തിനാ. അങ്ങനെ വരട്ടെ. അപ്പൊ അതിന്റെ കാര്യം സംസാരിക്കാനായിരിക്കും അയാൾ ഇപ്പൊ അവനെ വിളിച്ചത്. അതിന്റെ പേരിലേ അവനുമായിട്ട് ഇപ്പൊ ഉടക്കിയിട്ടാ ഞാൻ ഇങ്ങോട്ട് വരുന്നത്. അയാൾ ഇങ്ങോട്ട് വിളിച്ചോ? വിളിച്ചെന്നേ, അതല്ലേ ഞാനിപ്പൊ പറഞ്ഞത്. ഓ, അപ്പൊ സിദ്ധുവേട്ടൻ ആ കുടുംബത്തിന്റെ കേസുകൾ മൊത്തത്തിലങ്ങ് ഏറ്റെടുത്തിരിക്കല്ലേ? അതെ. ഓ, അവരുടെ കുടുംബ വക്കീലായിട്ട് അവനിപ്പോ അങ്ങ് മാറിയിരിക്കുവാ. ഇതിങ്ങനെ വിട്ടാ പറ്റില്ല. ആ ദേവികയും മനോഹരനെയും എങ്ങനെ നിലയ്ക്ക് നിർത്തണോന്ന് എനിക്കറിയാം. ഞാൻ പറഞ്ഞില്ല ചേച്ചിയമ്മേ, ആ ഹൃദയത്തിന്റെ പേരും പറഞ്ഞ് സിദ്ധുവേട്ടനെ അവര് കെട്ടിയിട്ടേക്കുവോ. ഹൃദയത്തിന്റെ പേരിലേ 50 ലക്ഷമാ പോയത് അവന്റെ അക്കൗണ്ടിൽ നിന്ന്. ചെക്ക് വേറെ ആരോ മാറിയെടുത്തു എന്നുള്ളതൊക്കെ കള്ളക്കഥയാ. ആ പൈസ പോയിരിക്കുന്നതേ ഡോക്ടർ നിരഞ്ജന്റെയും ദേവികയുടെ അക്കൗണ്ടിലേക്കാ. അതെനിക്ക് ഉറപ്പാ. പക്ഷെ അവന് വേണമെങ്കിൽ പിന്നെ ഞാൻ വെറുതെ കിടന്ന് തുള്ളിയിട്ട് ഒരു കാര്യമില്ലല്ലോ. എന്തായാലും ഡോക്ടർ നിരഞ്ജൻ പുതിയ ക്ലിനിക്ക് കൊണ്ടുവരുമല്ലേ. അപ്പോ ഞാൻ ഈ വിഷയം വീണ്ടും എടുത്തിടും. അങ്ങനെ ഇവിടുത്തെ പൈസ കൊണ്ട് ആരും തിന്നു കൊഴുക്കണ്ട. ആ, മോള് വാ, ഞാൻ സിദ്ധുവിനോട് ഡ്രോപ്പ് ചെയ്യാൻ പറയാം.